ഓയ് എന്താണ്? അല്ല എന്തിട്ട് പരിപാടിന്ന്? അവൻ്റെ ബർത്ത്ഡേന്ന് അവൻ ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ വിളിക്കണമെന്നല്ല അവനാകെ ലോസ്റ്റാ. അതാ ഞാൻ നിന്നെയൊക്കെ വിളിച്ചത്. അവൻ എന്നെ വിളിച്ചിട്ട് പറയാം അവനൊന്ന് കരയണോന്ന്. കരയാനാ? അയ്യ ഞാനൊന്നുമില്ല. ഇതിനായിരിക്കില്ല അവൻ തന്നെ വിളിച്ചിട്ടുണ്ടാവാ. ഞാൻ ഫോൺ എടുത്തില്ല, ഭാഗ്യം. എനിക്കേ ഈ കരച്ചില് വൈബ് ഒന്നും സെറ്റ് ആവില്ല. ഫ്രീക്ക നീ പോയിട്ട് വാ. നീ വന്നേ? ഞാനൊന്നുമില്ല, നീ പോയിട്ട് വാ. നീ വാ, തമാശ കളിക്കല്ലേ. നീ വന്നേ. ഈ സമയത്ത് നമ്മളെങ്കിലും കൂടെ ഇല്ല, നീ പോയിട്ട് വാ. നീ വന്നേ. ഇവളിത് ഗെറ്റ് ടുഗദർ ആക്കോ? ആള് കൂടി ഞാൻ സാധനം തകയില്ലല്ലോ. ഇവനാരെ വിളിച്ചേ? അപ്പൊ പിന്നെ നിങ്ങൾക്ക് സംസാരിച്ചിട്ട് പറയാം എന്തിനാ എന്നെ വിളിച്ചേ? ഹലോ ഹലോ, എന്താണ്? എടാ എന്താടാ കരയാൻ മാത്രം നിനക്ക് എന്താ പ്രശ്നം? പറയ്, എന്നോട് പറഞ്ഞ അവരോട് പറയ്. ഒറ്റ കാര്യല്ലടാ, ഞാൻ ഒട്ടും ഓക്കെ അല്ല. അതല്ലേ പറയാൻ പറഞ്ഞ? ഒട്ടും ഓക്കെ അല്ല. പറയണത് ചിരിച്ചോണ്ടിരിക്കുന്ന എന്നല്ലേ എല്ലാവർക്കും അറിയുള്ളൂ. ഞാൻ എപ്പോഴേലും ഓക്കെ അല്ല നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്? വല്ലാത്ത ഒറ്റപ്പെടലാടോ. ഒറ്റയ്ക്കല്ലേ നല്ലത്. നീ ഒറ്റയ്ക്ക് കളിച്ചിട്ട് ഞാൻ സാധനം വെച്ചോന്നാ അടിക്കായിരുന്നു. നിനക്കൊരു ചങ്കുണ്ടായിരുന്നല്ലോ. എല്ലായിടത്തേക്കും പോകുമ്പോ നീ അവനെയല്ലേ വിളിക്കാറ്? അവനെവിടെ? അർജുനവിടെ? എല്ലാവരും മാറൂടാ. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കൺസിഡറേഷൻ നമുക്ക് തിരിച്ചു കിട്ടണമെന്നില്ലേ? സൈക്കോളജിസ്റ്റ് നമ്പർ തന്നതിന് പകരം അവൻ എന്നോട് സംസാരിച്ചിരുന്നെങ്കിൽ ഞാൻ ഓക്കെ ആണ്. അത് ശരിയാട്ടാ. നിനക്ക് ഇത്ര വിഷമമുണ്ടെങ്കിൽ അവനൊന്നും സംസാരിക്കായിരുന്നു. ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ 2 തവണ. നീ പക്ഷെ പോകത്തില്ലേ? അവൻ പറഞ്ഞത് ശരിയാന്നല്ല ഞാൻ പറയണേ. സൈക്കോളജിസ്റ്റിനെ കാണാന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നണേ. നീ ബാഡൊന്നും വിചാരിക്കണ്ട. നമുക്ക് നമ്മുടെ മെന്റൽ ഹെൽത്ത് ആണ് വലുത്. നമ്മളൊക്കെ അത് മറക്കാൻ എന്തെങ്കിലും എൻഗേജ് ആവില്ലേ? ഇൻസ്റ്റാഗ്രാം ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് ഒറ്റ മേൻ്റെ പോലെ വന്നിരിക്കുക. എന്തെന്നാ പറയും? ഇൻസ്റ്റ ഭയങ്കര സീനാടാ. അതിൻ്റെ ആൽഗോരിതം അങ്ങനെയാ. നമ്മൾ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കും, നമ്മൾ കരയുമ്പോൾ കൂടെ കരയും. നമ്മൾ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തോണ്ടിരിക്കും. നമ്മളതിൽ സ്റ്റക്കായിട്ട് നിൽക്കും. എടാ നമുക്കതല്ലേ വേണ്ടത്. എടാ കാണാതിരിക്കുമ്പോൾ നമ്മൾ എവിടെയാണെന്ന് ചോദിക്കുന്ന ഒരാളില്ലേ? അങ്ങനെ ഒരാൾ മതി നമുക്ക്. അപ്പൊ അടിക്കില്ലെന്ന് ഉറപ്പായി. നാളെ എവിടെ ചോദിച്ചിട്ട് വരാം. ഇപ്പം നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു ചെറിയൊരു ടെൻഷൻ ഒന്ന് ഷെയർ ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ, നമ്മുടെ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഈ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ നീ ധൈര്യം എടുക്കടാ എന്ന് അങ്ങനെ ഒരാളെ കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ലക്ക്.